സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ് നാളെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളാണ്. വലിയൊരു പുണ്യവതി, നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായിട്ടൊക്കെ നിന്ന വിശുദ്ധ അൽഫോൻസാമ്മ, പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൻസാമ്മയുടെ എല്ലാ പ്രാർത്ഥനയുടെ ശക്തിയും നമുക്കും കിട്ടട്ടെ. പുണ്യവതിയുടെ ആ പുണ്യമാർഗ്ഗങ്ങളിലൂടെ നമുക്കും നടക്കാനൊക്കെ ഒരു കൃപ ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഒത്തിരി വിശുദ്ധർ, പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിൽ ഒരുപാട് വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ നല്ല വിശുദ്ധിയിലൊക്കെ ജീവിക്കണം. പക്ഷെ ഒരു റിയാലിറ്റി ആണല്ലോ, അയ്യോ എന്തോരം പ്രലോഭനങ്ങളാണ് നമുക്ക് വരുന്നത്. എത്രയോ സങ്കടങ്ങൾ, എത്രയോ പാപത്തിലേക്കുള്ള പ്രലോഭനങ്ങൾ തന്നെ എന്തോരം വരുന്നുണ്ട്. ഈശോ തന്നെ നമ്മളോട് പറഞ്ഞില്ലേ, ഈ ഗെത്സമൻ തോട്ടത്തിലെ എപ്പിസോഡിന്റെ സമയത്ത് ലൂക്ക 22:40, 22:46 രണ്ട് സ്ഥലത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രലോഭനങ്ങൾ വരാതിരിക്കാനല്ല, പ്രലോഭനങ്ങൾ എന്തായാലും വരും, അതിന് വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓരോ ദിവസവും ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. ഈ അൽഫോൻസാമ്മയൊക്കെ ഇതിനെ എങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ നോക്കി നമ്മളിങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. അവർക്ക് പ്രലോഭനങ്ങൾ വന്നില്ലെന്നല്ല, ഓരോ വിശുദ്ധർക്കും പ്രലോഭനങ്ങൾ വന്നു. പക്ഷെ അതിൽ അവർ ഉൾപ്പെട്ടില്ല, വീണു പോയില്ല. അങ്ങനെ വീഴാതിരുന്നവർക്ക് മാത്രമാണ് കർത്താവ് ഈ വിശുദ്ധിയുടെ മകുടം, ഈ കിരീടം ചാർത്തി കൊടുത്തത്. നമുക്കും ആഗ്രഹമുണ്ട് ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് പ്രലോഭനങ്ങൾ വരും. പക്ഷെ നമുക്കൊട്ടുള്ള കാര്യം ഇതാ, ഓരോ സഹനങ്ങളും വരുമ്പോഴത്തേനും ഒരു തരത്തിലും ഈശോയെ തള്ളിപ്പറയാത്തൊരു ജീവിതം ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോബിന്റെ പുസ്തകത്തെ എന്തോരം തവണ നമ്മൾ വായിച്ച ജോബിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഇതുകൊണ്ടൊന്നും അവൻ കർത്താവിനെ തള്ളി പറഞ്ഞില്ല. ജോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമുണ്ട്. ബൈബിൾ ഒന്നും എടുത്ത് ആ വചനഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയിരുന്നല്ല. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ജോബിന്റെ ലൈഫ് നമ്മൾ വായിച്ചിട്ടുള്ളേ, ഒന്നിനു പുറകെ ഒന്നായിട്ട് സങ്കടങ്ങളാണ്. ഒരു ട്രെയിനിന്റെ ബോഗി വരുന്ന പോലെ വൺ ആഫ്റ്റർ ആണ് ഇത് കണക്ട് ചെയ്ത് സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ വെല്ലുവിളികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതുകൊണ്ടൊന്നും ജോബ് ദൈവത്തെ പഴിച്ചില്ല, പാപവും ചെയ്തില്ല. അടുത്ത അധ്യായത്തിൽ അതുപോലെ തന്നെ ഒരു വചനം കിടപ്പുണ്ട്. ജോബ് 2:10 ജോബിനെ കുറിച്ച് ഇങ്ങനെ പറയാ, ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല, കർത്താവിനെതിരെ ചിന്തിച്ചില്ല, പറഞ്ഞില്ല. നമുക്ക് എപ്പോഴും ഓർത്തേക്കണം, പ്രലോഭനങ്ങൾ എന്ന് വെച്ചാൽ പാപത്തിന്റെ പ്രലോഭനങ്ങൾ മാത്രമല്ല, സങ്കടങ്ങൾ വന്നേക്കാം, വെല്ലുവിളികൾ വന്നേക്കാം, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അറ്റാക്കുകൾ വന്നേക്കാം. പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. വിശുദ്ധരൊക്കെ അങ്ങനെയായിരുന്നു. അവർക്ക് സഹനങ്ങളും വെല്ലുവിളികളും പാപപ്രലോഭനങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് അതിനെ അതിജീവിക്കാൻ പറ്റിയത് അവരുടെ കൂടെ ആ ദൈവമുണ്ടെന്നും ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എല്ലാ പ്രലോഭനങ്ങളെയും അവർ അതിജീവിച്ചു. പ്രലോഭനം വന്നു, പക്ഷെ അതിൽ ഉൾപ്പെട്ടില്ല, വീണു പോയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ, ഈ വിധം പരീക്ഷിക്കപ്പെട്ടിട്ട് വിശുദ്ധനായി കാണപ്പെട്ടത് ആരാണ്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്നാ പറയുക. പ്രഭാഷകൻ 31:10-11 വാക്യങ്ങൾ ഇങ്ങനെയാ, ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. നമുക്ക് ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെയൊക്കെ പുണ്യപ്പെട്ട ഒരു ജീവിതം നയിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനം ഇതാണ്. നമുക്ക് കർത്താവ് നമുക്കുള്ള ഐശ്വര്യം സ്ഥിരമാക്കി തരും. അത് ആത്മീയ അനുഗ്രഹമാകട്ടെ, ഭൗതിക അനുഗ്രഹമാകട്ടെ, വലിയ ഐശ്വര്യം നമുക്ക് തരും. ഒറ്റ കാര്യത്തിൽ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, ഈ വിധം പരീക്ഷിക്കപ്പെട്ടിട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ട ആൾ ആരുണ്ട്? ഈ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും അതിന് കഴിവുണ്ടായിട്ടും അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് ചെയ്യാത്തതായിട്ട് ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം, അവളുടെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പഴയ നിയമത്തിൽ യൂദത്തിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാത്തിടത്തോളം കാലം അവരെ തോൽപ്പിക്കാൻ, വീഴ്ത്താൻ ആർക്കും സാധിച്ചില്ല. പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുവിന് നമ്മളെ തകർക്കാൻ പറ്റുന്നത്, നമ്മളെ ഡിപ്രസ്ഡ് ആക്കാൻ പറ്റുന്നത്, നമ്മളെ നിരാശയുടെ പടുകൂടിയിലേക്ക് ഇടാൻ പറ്റുന്ന ഒറ്റ കാര്യത്തിലാണ്, നമ്മൾ പാപം ചെയ്തു പോയാൽ നമ്മൾ വീക്കാവും. നമ്മൾ വീണു പോയാൽ, പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് വീണു പോയാൽ നമ്മൾ വീക്കാവും. പിന്നെ സാത്താൻ കയറി നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പം എപ്പോഴും ശ്രദ്ധിച്ചോണം. എല്ലാ ദിവസവും പുത്തൻ പ്രലോഭനങ്ങൾ, പല വെറൈറ്റി ഡിഗ്രിയിൽ അതൊക്കെ കയറി വരും. പക്ഷേ ഈ വിധം പരീക്ഷിക്കപ്പെട്ടിട്ട് കുറ്റമറ്റവളായി കാണപ്പെടുക, ജോബിനെ പോലെ ഒരു തരത്തിലും ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു വിശുദ്ധ ജീവിതം നമുക്ക് സാധ്യമാണ്. അവിടെയൊക്കെയാണ് നമ്മുടെ ആത്മീയത തെളിഞ്ഞു കിട്ടുക. നമ്മളിതേ നൂറുകണക്കിന് വചനങ്ങൾ വായിച്ചു, പഠിച്ചു, എല്ലാ ദിവസവും ശുശ്രൂഷകളിൽ പങ്കുചേർന്നു, വെരി ഗുഡ്. പക്ഷെ പ്രലോഭനങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? വീണു പോകുന്നുണ്ടോ? വീണു പോകുന്നുണ്ടെങ്കിൽ ഇനി വീഴാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കിട്ടിയ കൃപ അനുസരിച്ച് വിശുദ്ധിയുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് നയിക്കുക.
അവിടെയാണ് നമ്മൾ കുറ്റമറ്റവരായി കാണുകയും അതുവഴി നമ്മുടെ ഐശ്വര്യം സ്ഥിരമാകുകയും ചെയ്യും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. അൽഫോൻസാമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാപപ്രലോഭനങ്ങളൊക്കെ വീണു പോകുന്ന നമുക്ക് വേണ്ടി ഈ വിശുദ്ധ ഈശോയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കൃപ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ സാന്നിധ്യവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.